ഇൻ്റർനാഷണൽ ഫുട്ബോൾ വാർത്തകളുമായി ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവരുടെ അപ്ഡേറ്റുകളുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൻ്റെ മത്സരങ്ങളെ പറ്റിയുള്ള ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ്സ് എല്ലാം റൂമർ അപ്ഡേറ്റ്സ് എല്ലാം ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനുള്ള അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ആദ്യം തന്നെ UEFA നാഷണൽസ് ലീഗിലേക്ക് വരികയാണെങ്കിൽ UEFA നാഷണൽസ് ലീഗിൽ പോർച്ചുഗൽ ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിച്ചിരുന്നു. 1-2 ഗോളുകൾക്കായിരുന്നു പോർച്ചുഗലിൻ്റെ വിജയം. നിർണായക മിനിറ്റിൽ ക്രിസ്ത്യാനോയുടെ ഗോളിലായിരുന്നു പോർച്ചുഗൽ വിജയ ഗോൾ കണ്ടെത്തിയത്. അങ്ങനെ പോർച്ചുഗൽ ഫൈനലിലേക്ക് കയറുന്നു. അതുപോലെ തന്നെ ഇന്നലെ നടന്ന ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ സ്പെയിൻ വിജയിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. 4-5 ഗോളുകൾക്കായിരുന്നു സ്പെയിൻ്റെ വിജയം. യമാൽ 2 ഗോളുകളും ബാക്കിയുള്ളവരൊക്കെ ഗോൾ സ്കോർ ചെയ്തിരുന്നു. ഏതായാലും സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസ് കംബാക്ക് എടുക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒരു ഗോളിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഫ്രാൻസ്. ഏതായാലും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത പോലെ പ്രവചനങ്ങളും എല്ലാം ശരിയായിരിക്കുകയാണ്. സ്പെയിനും പോർച്ചുഗലും തന്നെ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു 2018 വേൾഡ് കപ്പ് സാമ്യതയുള്ളൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത് സ്പെയിനാണ്. അവരാണ് നല്ല ശക്തരാണ്. പക്ഷേ പോർച്ചുഗൽ ഒട്ടും ചെറുതായി കാണേണ്ട ആവശ്യമില്ല. നല്ലൊരു നില തന്നെ അവർക്കുമുണ്ട്. 99% സാധ്യതയും സ്പെയിനുണ്ടെങ്കിൽ ബാക്കി 1% സാധ്യത ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചുമലിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം 40ൻ്റെ നിറവിലാണെങ്കിലും അദ്ദേഹത്തിന് പഴയൊരു ഫിറ്റ്നസ്സും എല്ലാം ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹം പലപ്പോഴായി തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും നാഷൻസ് ലീഗിൽ ടോപ്പ് സ്കോറർ അദ്ദേഹം തന്നെയാണ്. 6 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുക തന്നെയാണ്. അപ്പം ഒട്ടും കുറച്ച് കാണേണ്ട പോർച്ചുഗൽ എന്നാണ് ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. അടുത്തതായി നമുക്ക് ഇന്ന് നടന്ന അർജൻറ്റീന ചില്ലി എന്നറ്റം പറയുന്ന ഒരു ടീമാണ്. ക്ഷമിക്കണം പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അവരോട് കളിച്ചു 1 ഗോളിന് വിജയം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രസീൽ ഇന്ന് ഇക്വഡോറുമായി ഏറ്റുമുട്ടിയിരുന്നു. ആൻസലോട്ടിക്ക് കീഴിലായിരുന്നു ബ്രസീൽ ഇറങ്ങിയത്. നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പക്ഷേ സമനിലയിൽ അവസാനിച്ച് ഗോൾ രഹിത സമനിലയായിരുന്നു. ഇത്രയൊക്കെയാണ് നാഷണൽ ഫുട്ബോൾ ബ്രേക്കിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ. ഏതായാലും നാഷൻസ് ലീഗ് ഫൈനലിന് ശേഷം മറ്റൊരു വീഡിയോ ആയിരുന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ബെൽബട്ടൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആര് വിജയിക്കും നാഷൻസ് ലീഗ് എന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ